ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെ കൈവിടാൻ CPM തയ്യാറാവുന്നില്ല എന്ന് നമ്മുടെ ചില മലയാളം പത്രങ്ങൾ വെണ്ടയ്ക്കാൻ നിരത്തുന്നത് കാണുമ്പോൾ ചിരിക്കണോ സഹതപിക്കണോ എന്നുള്ളൊരു സംശയമാണ്. ചില കോൺഗ്രസ് നേതാക്കന്മാരും ഈ പത്രങ്ങളെ പോരാ, അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നേതാവ് പറയുന്നു കവർച്ചാ കേസിലെ പ്രതികളെ CPM നേതൃത്വം സംരക്ഷിക്കുന്നു. മറ്റൊരാൾ പറയുന്നു പത്മകുമാറിനെ CPM നേതൃത്വത്തിന് പേടിയാണ്. മറ്റൊരാൾ പറയുന്നത് പാർട്ടി നേതൃത്വം അറിയാതെ ഇതുപോലൊരു കവർച്ച ശബരിമലയിൽ നടക്കുമോ, അപ്പൊ പിന്നെ പാർട്ടിയുടെ നോമിനികളായിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായവരെ അവർ തള്ളി പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഇവരാരും കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. 13 വർഷം മുമ്പ് കണ്ണൂരില് പോലീസുകാർക്കെതിരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസില് 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട DYFI നേതാവ് ഇപ്പൊ പയ്യന്നൂർ നഗരസഭയിൽ മത്സരിക്കുക, സ്ഥാനാർത്ഥിയാ. കഴിഞ്ഞ ദിവസം വിധി വന്നത്. അപ്പൊ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ നേതാവ് മത്സര രംഗത്ത് തുടരുക തന്നെ ചെയ്യും, അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന. DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK നിഷാദ്, അദ്ദേഹമാണ് ഈ കേസില് 20 കൊല്ലത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു വാർഡില് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരിക്കുക. അപ്പോഴാണ് ഈ വിധി വന്നത്. പക്ഷെ അതൊന്നും CPMന് യാതൊരു പ്രശ്നവുമില്ല. ഏത് വിധി, എന്ത് വിധി, എന്ത് കോടതി, ഏത് കോടതി, അതാണ് CPMന്റെ നിലപാട്. അപ്പൊ പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു നിഷാദ് തന്നെയായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി. ഷിടാദ പറഞ്ഞത് പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ, അതും സ്റ്റീൽ ബോംബ് എറിഞ്ഞ് അതിന് 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട നേതാവ്, ആ നേതാവിന് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ശബരിമല കവർച്ചാ കേസിൽ പ്രതിയായ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കണം? 20 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാ പയ്യന്നൂര് മത്സരിക്കുന്നത്. പത്മകുമാറിന്റെ കാര്യത്തിൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞിരുന്നത്? മറന്നിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ഇത് കേസെടുത്തിട്ടേ ഉള്ളൂ, അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണ് എന്ന് കാണുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണ്, പത്മകുമാർ നിരപരാധിയാണ് എന്ന വാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഗോവിന്ദൻ മാർക്സ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ണൂരിൽ എന്താ നടക്കുന്നത്? ശിക്ഷിക്കപ്പെട്ടു, കോടതി ശിക്ഷിച്ചു. അതും സാധാരണ കേസിലൊന്നുമല്ല, ഒരു പിടിച്ചുപറി കേസോ അല്ലെങ്കിൽ മോഷണ കേസോ ഒന്നുമല്ല, പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസാ, വധശ്രമം. അതിനാ 20 കൊല്ലം കിട്ടിയിരിക്കുന്നത്, കഠിന തടവ്. ആ പുള്ളിക്കാരൻ ഇപ്പോഴ് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുക. അദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കാമെങ്കിൽ പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുക? പിന്നെ ഈ പത്രങ്ങൾ വെണ്ടയ്ക്കാൻ നിർത്തിയിട്ട് എന്താ കാര്യം? കോൺഗ്രസ് നേതാക്കന്മാർ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് CPMന്റെ രീതി, CPMന്റെ നീതി. അതനുസരിച്ച് ആ പാർട്ടി മുന്നോട്ട് പോകത്തുള്ളൂ. തളിപ്പറമ്പിലെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് VK നിഷാദിന് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരു കൂട്ടുകാരനും ഉണ്ട്, ഒരു സഹ DYFI നേതാവ്. ഈ ശിക്ഷാവിധി വന്ന ഉടനെ തന്നെ നിഷാദിനെ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പാർട്ടിക്ക് യാതൊരു കൂസലുമില്ല. ചില പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു വിപ്ലവ പ്രവർത്തനമല്ലായിരുന്നു പോലീസിനെ എറിഞ്ഞത്, ബോംബെറിഞ്ഞത്? അപ്പൊ പിന്നെ എങ്ങനെ പാർട്ടി അദ്ദേഹത്തെ തള്ളി പറയുക? അതാണ് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിഷാദ് തന്നെയാ, കോടതി ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും നിഷാദ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. പാർട്ടി ഏൽപ്പിച്ച ജോലി അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെയുള്ള സഹാക്കളെ, ധീര സഹാക്കളെ എങ്ങനെയാണ് പാർട്ടി കൈവിടുക? സത്യം പറഞ്ഞാൽ ബോംബറുണ്ടല്ലോ ഒരു വിപ്ലവ പ്രവൃത്തിയായിരുന്നു. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന കറന്നുയർന്ന സഹാക്കളെ പാർട്ടി സംരക്ഷിക്കുക തന്നെ ചെയ്യും. 2012 ഓഗസ്റ്റ് 1-നാണ് ഇതിനാസ്പദമായ, ഈ ശിക്ഷയ്ക്കാസ്പദമായ സംഭവം നടന്നത്. അന്ന് ഈ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂരിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് അത്. ഭരണഘടനാപരമായിട്ട് വേറെ ചില പദവികളൊക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ പ്രസക്തമല്ല. CPMനെ സംബന്ധിച്ചോളം സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പദവി ഈ പറഞ്ഞതുപോലെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിക്കാ. ഇവിടെ ഒരു രസമുണ്ട്, പലപ്പോഴും കണ്ണൂരിൽ നിന്നുള്ള ഒരാളായിരിക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അത് കഴിഞ്ഞാൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി. അതാണ് അതിന്റെ ഒരു പതിവ് രീതി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? സത്യം പറഞ്ഞ കിരീടം വെച്ച രാജാവാ, കിരീടം വെക്കാത്തതല്ല, കിരീടം വെച്ച രാജാവാണ് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ സഖാക്കൾ വെറുതെ ഇരിക്കുമോ? വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ എന്ന്? അപ്പൊ എന്ത് ചെയ്തു? നിഷാദും
കൂട്ടുകാരനായ നന്ദകുമാറും കുറെ സ്റ്റീൽ ബോംബുകൾ എടുത്ത് സഞ്ചിയിലിട്ടുകൊണ്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അവരങ്ങനെ ചൊല്ലുമ്പോ ഈ മടത്തുംപടി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ പോലീസുകാര് നിൽക്കുന്നു. പോലീസുകാരെന്ന് പറഞ്ഞാല് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളാ, ഭരണത്തിലിരിക്കുമ്പോൾ ഏറ്റവും അടുത്ത മിത്രങ്ങളുമാ. അന്ന് UDF-ന്റെ ഭരണമാ, അന്ന് പോലീസ് ശത്രുക്കളാ. അത് മാത്രമല്ല, പിന്തിരിപ്പൻ സർക്കാരിന്റെ കുഴിലൂത്തുകാര് അല്ലെങ്കിൽ മർദ്ദന ഉപകരണം അവരാണ് പോലീസ്. അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഈ പോലീസ് അല്ലയോ ജയരാജൻ സഖാവിനെ അറസ്റ്റ് ചെയ്തത്? പിന്നെ കയറിയൊരു പ്രയോഗമായിരുന്നു, പോലീസുകാരുടെ നേർക്ക് സ്റ്റീൽ ബോംബുകൾ ചീറിപ്പാഞ്ഞു. ആ സംഭവത്തിലാണ് ഇവർ അറസ്റ്റിലായതും ഈ രണ്ടുപേരെയും 20 കൊല്ലം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഈ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്നത് യൂത്ത് ലീഗിന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സിന് താഴെയാണ് പ്രായം. ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ വഴിക്ക് വന്ന P. ജയരാജനെയും സംഘത്തെയും അവരൊരു കാറിലാണ് വരുന്നത്. കുറെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. CPM-കാർ വെറുതെ ഇരിക്കുമോ? ജില്ലാ സെക്രട്ടറിയെ ലീഗുകാർ തടയുക എന്ന് പറഞ്ഞാല് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അവരെന്ത് ചെയ്തു? അവര് യൂത്ത് ലീഗുകാരെ വേട്ടയാടി. അക്കൂട്ടത്തിൽ ഷുക്കൂറും പെട്ടു. ഷുക്കൂറിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ആളൊഴിഞ്ഞ് ഒരു വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇയാളുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തിട്ട് കണ്ണൂരിലെ പാർട്ടി ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. ഞങ്ങൾ ഒരുത്തിനെ പൊക്കിയിട്ടുണ്ട്, ഇവനാണോ സഖാവിനെ തടഞ്ഞത്, പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് പാർട്ടി കോടതി തീരുമാനിച്ചു. ഇവൻ തന്നെ പ്രതി, ഷുക്കൂറെങ്കിൽ ഷുക്കൂർ വധിച്ചേക്കാൻ പറഞ്ഞു, കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടന്നു. P. ജയരാജൻ അറസ്റ്റിലായി. പോലീസ് ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ വധിച്ചു എന്നതിന്റെ പേരിൽ മാത്രം CPM-ന്റെ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാമോ? അത് ശരിയാണോ? ആലോചിക്കേണ്ട കാര്യമായിരുന്നില്ലേ പോലീസുകാര്? പക്ഷേ അറസ്റ്റ് ചെയ്തു. ഒരു നിസാര കുറ്റത്തിനാ, അതായത് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ വധിച്ചു. അതിനു പകരം ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ വന്നാല് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ രംഗത്തേക്ക് ഇറക്കുന്നത് സ്റ്റീൽ ബോംബുമായിട്ട്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. പാർട്ടി ഉണ്ടാക്കിയ സ്റ്റീൽ ബോംബാ, അത് പാർട്ടി ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്തുവാ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജയിലിൽ കിടക്കുക ഒരു വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ പിന്നെ നമ്മുടെ മുമ്പില് പോലീസല്ല പട്ടാളമാണ് വന്നു പെടുന്നതെങ്കിലും ഞങ്ങൾ കാച്ചും, ഞങ്ങൾ ബോംബെറിയും. പാർട്ടി ബോംബ്, പാർട്ടിയുടെ ഉത്തരവ്, അത് കേഡർമാര് കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കും. അതിന്റെ പേരിലാണ് ഇപ്പൊ 20 വർഷം കഠിന തടവ് എന്ന് പറഞ്ഞ് ഒരു ശിക്ഷ വന്നിരിക്കുന്നത്. അതിനെയൊക്കെ ഞങ്ങൾ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യും. 20 വർഷമെങ്കിൽ 20 വർഷം, ജയിലെങ്കിൽ ജയില്. അതിനെയൊക്കെ ഒരു പൂമത്തിയായിട്ട് കാണാൻ പറ്റുന്നവരാണ് വിപ്ലവകാരികളായ CPM-കാര്. അത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല. അത് വന്നതുകൊണ്ട് ഞങ്ങളാരും ഇലക്ഷനിൽ മത്സരിക്കാതിരിക്കാനും പോകുന്നില്ല. അതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് നിഷാദ് തന്നെയായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്. ഇതിപ്പോ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥയെ ധിക്കരിക്കലാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇങ്ങനെയുള്ള ചില ന്യായവാദങ്ങളുമായിട്ട് ഇനിയും കുറെ അവന്മാര് വന്നേക്കാം. ഞങ്ങളാരും അതിന് യാതൊരു വിലയും കൽപ്പിക്കാൻ പോകുന്നതില്ല. പണ്ടും പാർട്ടിയുടെ നേതാക്കന്മാര് ജയിലിൽ കിടന്ന് മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പിന്നാണോ ഇപ്പോ ഈ നിഷാദിന്റെ കാര്യം? ഞങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിഷാദ് ജയിൽ കമ്പികളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം എടുത്ത് പോസ്റ്റർ അടിച്ച് ജനങ്ങളുടെ കോടതിയിലേക്ക് ഇറങ്ങും. ബൂർഷാ കോടതികളെക്കാൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ കോടതിയിലാ. അതുകൊണ്ടാണ് നിഷാദിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. പണ്ട് ചില പാർട്ടി നേതാക്കള് ജയിലിൽ കിടന്ന് മത്സരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങളുടെ പേരിലായിരുന്നു, അല്ലാതെ പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലായിരുന്നില്ല, സ്റ്റീൽ ബോംബ് എറിഞ്ഞതിന്റെ പേരിലുമായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഞങ്ങള് സാഹചര്യങ്ങളനുസരിച്ചാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്ന് രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ചു, ചിലരൊക്കെ ജയിച്ചു. ഇപ്പോ പാർട്ടിയുടെ നിലനിൽപ്പാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതിനുവേണ്ടിയാണ് നിഷാദിനെ തന്നെ മത്സരിപ്പിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടേതായ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. പോലീസുണ്ട്, പട്ടാളമുണ്ട്, കോടതിയുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ബൂർഷാ കോടതികളോ ബൂർഷാ പോലീസോ ഒന്നും പറയുന്നത് പോലെയല്ല. അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇതിനെയൊക്കെ ഉപയോഗിച്ചേക്കാം, പോലീസിനെ ഉപയോഗിച്ചേക്കാം, ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചേക്കാം. അല്ലാത്തപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവരെല്ലാം ബൂർഷാ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ വ്യവസ്ഥകളും പോലീസും കോടതിയും ഒക്കെ പാർട്ടിക്ക് മാത്രം ബാധകമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് 20 കൊല്ലം ജയിൽ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിലും അയാള് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇതൊന്നും എതിർ പാർട്ടിക്കാർക്ക്, പ്രതിപക്ഷത്തിന്, കോൺഗ്രസുകാർക്കൊന്നും ബാധകമല്ല കേട്ടോ. ഞങ്ങളുടെ നേതാവ് 20 കൊല്ലം ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായെങ്കിലും
അയാൾ മത്സരിക്കും. പക്ഷേ പരാതിയോ കേസോ ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തില് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇറങ്ങാൻ പാടില്ല. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് CPM-ന്റെ രീതി, CPM-ന്റെ ന്യായം. ഈ പാർട്ടി രീതിയും സംവിധാനവും അനുസരിച്ച് തന്നെയാണ് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പത്മകുമാറിനെ, ദീർഘകാലം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാറിനെ യാതൊരു പാർട്ടി നടപടികൾക്കും വിധേയനാക്കേണ്ട കാര്യമില്ലെന്ന് പാർട്ടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദൻ മാക്സ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കളുടെ യോഗം നടന്നു, ജില്ലാ കമ്മിറ്റി യോഗം. അവിടെ വാസ്തവത്തിൽ എന്താണ് നടന്നത്? ആദ്യം തന്നെ നമ്മുടെ ഗോവിന്ദൻ മാക്സ് ഒരു ആമുഖ പ്രസംഗം അങ്ങ് നടത്തി. അതായത് പാർട്ടി ചിലരൊക്കെ ചില കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചെങ്കിലും അവരാരും നീതിപൂർവമായിട്ട് പ്രവർത്തിച്ചില്ല. അത് അദ്ദേഹം സമ്മതിച്ചു. പത്മകുമാറിന്റെ കാര്യത്തിൽ കോടതിയിൽ ഒരു കുറ്റപത്രം വരുന്നത് വരെ ഇപ്പോൾ സംഗതികൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതോടെ പാർട്ടിയുടെ നിലപാട് മനസ്സിലായി. സംസ്ഥാന നേതൃത്വം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അംഗങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. പിന്നെ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച് യാതൊരു ചർച്ചകളും നടന്നുമില്ല. ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് പത്മകുമാറിനെ ഞങ്ങൾക്ക് പേടിയാണെന്ന്. സത്യം പറഞ്ഞാൽ ചില പേടികളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ പക്ഷെ പരസ്യമായിട്ട് പറയത്തില്ല, പക്ഷെ ശകലം പേടിയുണ്ട്. പത്മകുമാർ ഇനി എന്തൊക്കെയാണ് വിളിച്ചു പറയുക എന്ന് നമുക്കറിയത്തില്ല. ഇനി ഈ കേസ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ പോലീസിന്റെ കിട്ടിയാൽ അദ്ദേഹം എന്തൊക്കെ പറയും എന്നും നമുക്കറിഞ്ഞുകൂടാ. ശകലം പേടിയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഞങ്ങളൊരു വല്ലാത്ത അന്തരാള സാഹചര്യത്തിൽ എത്തി നിൽക്കുക. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുഹൂർത്തത്തിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പേരില് ശബരിമലയിൽ വിശ്വസിക്കുന്ന അയ്യപ്പന്റെ ഭക്തരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് മനസ്സിൽ സങ്കടവും വിഷമവും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പ്രതിഷേധമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ നിസ്സഹായരാ. ഞങ്ങൾ നിങ്ങളെയൊന്നും സന്തോഷിപ്പിക്കാനാണ് നേരത്തെ ഈ പമ്പയില് ആഗോള സംഗമമൊക്കെ നടത്തിയത്, അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത്. അതൊക്കെ ചീറ്റിപ്പോയി. അതിനെപ്പറ്റി ഇനിയൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ അതിന്റെ ഇടയിലല്ലേ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നത്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇവർക്കെതിരെ വല്ല നടപടി എടുക്കാൻ പറ്റുമോ? പറഞ്ഞില്ലേ പയ്യന്നൂരിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ. അതുപോലെ തന്നെയല്ലേ ഇവിടെയും. രണ്ടു നീതി പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിൽ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകും. അതേസമയം ഞങ്ങൾ ഈ അയ്യപ്പ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ഈ അന്നദാനമുണ്ടല്ലോ, അത് പഴയ പുലാവിനും സാമ്പാറിനും പകരം സദ്യ ആക്കിയിട്ടുണ്ട്. സദ്യ എന്ന് പറഞ്ഞാൽ സദ്യ, പപ്പടവും അച്ചാറും പായസവും ഒക്കെയുള്ള സദ്യ. തൽക്കാലത്തേക്ക് അയ്യപ്പ ഭക്തന്മാര് സദ്യയുണ്ട് സംതൃപ്തരാകുക, കാര്യങ്ങള് കോംപ്ലിമെന്റ്സ് ആക്കുക. ശബരിമലയുടെ കൊള്ള പറ്റുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക, അതേ പറയാനുള്ളൂ. പറ്റിപ്പോയി. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ചെയ്തത്, ഞങ്ങളെ ഏൽപ്പിച്ചവരാ ഈ കവർച്ചക്കെല്ലാം നേതൃത്വം കൊടുത്തത്. ഇതെല്ലാം സമ്മതിക്കുക, എല്ലാ അപരാധങ്ങളും ഏറ്റുപറയുക. ഇപ്പോ ഈ അന്നദാനത്തിന് നൽകുന്ന സദ്യ കഴിച്ച് തൃപ്തിപ്പെടുക, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കുക.